നമസ്കാരം. ഞാൻ ആറ്റുകാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതുവർഷഫലം. ഇതാ വീണ്ടും ആഗമനമായി കൊല്ലവർഷം 1200. അപ്പം നമുക്ക് ഈ വരുന്ന അതായത് കർക്കിടക മാസം 32 വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം രാത്രി 7:34 ചിങ്ങരവി സംക്രമം. അതായത് പൂരാടം 2-ാം പാദം ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം. ഒരു വർഷ ഫലമാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2024 വർഷം ആഗസ്റ്റ് 16 മുതൽ 2025 ആഗസ്റ്റ് 17 വരെ. ഏതെല്ലാം രാശിക്കാർക്ക് ഗുണഫലം നോക്കാം. അതായത് മേടം മുതൽ മീനം വരെ. ഇപ്പോൾ ഇടവ രാശിയുടെ ഫലമാണ് പറയുന്നത്. പിന്നെ ഈ വർഷം അതായത് 1200 വർഷം ഒരു പ്രത്യേകത ഉണ്ട്. 4 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ് ഈ വർഷം തന്നെ. അതായത് 1200 വർഷം. അത് കുംഭമീനങ്ങളിലാണ് സംഭവിക്കുന്നത്. മെയ് 14 മിഥുനത്തിൽ വ്യാഴൻ്റെ സഞ്ചാരം വരെയാണ്. ഇടവത്തിൽ നിന്ന് മിഥുനത്തിലോട്ടാണ് സഞ്ചാരം. അതായത് ഇടവത്തിൽ നിന്ന് മിഥുനത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുകയാണ് മെയ് 14 മുതൽ. മാർച്ച് 29 കുംഭത്തിൽ നിന്ന് രാശി മാറി മീനത്തിലോട്ട് ശനിയുടെ സഞ്ചാരം. മെയ് 18 രാഹുകേതുക്കളുടെ മാറ്റവും ഉണ്ട്. അതായത് മീനത്തിൽ നിന്ന് കുംഭത്തിൽ സർപ്പൻ്റെ സഞ്ചാരവും കന്നിയിൽ നിന്ന് ചിങ്ങത്തിൽ കേതുവിൻ്റെ സഞ്ചാരം. പിന്നെ കുജൻ 90 ദിവസം അസ്തങ്കാവയാണ് ഈ വർഷം തന്നെ. അതായത് ഒക്ടോബർ 20 മുതൽ ജാനുവരി 21 വരെ 90 ദിവസമാണ് സഞ്ചാരം. ഇപ്പം കുജൻ മാറ്റം എന്ന് പറഞ്ഞാൽ 45 ദിവസമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. ഇതിപ്പോൾ 90 ദിവസം സഞ്ചരിക്കുകയാണ്. അതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ. അപ്പോൾ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ഈ വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ ഇടവക്കൂറുകാർക്ക് എങ്ങനെ. കാർത്തിക മുക്കാല്, രോഹിണി, മകേരാര ഇവർക്ക് ഈ വർഷം മെയ് 14 വരെ വ്യാഴൻ്റെ സഞ്ചാരം. ജന്മഗുരു എന്ന് പറയും. ജന്മത്തിലാണ്. അത് നമുക്ക് ചെറിയ അരിഷ്ടതകളൊക്കെ ഉണ്ടാക്കും. ജന്മരാമർ വനത്തിലേ. അത് നമുക്കിപ്പോൾ എന്തൊരു കാര്യം നല്ല കാര്യം ചെയ്താലും നമുക്ക് തെറ്റുകുറ്റങ്ങളെ പറയും ആൾക്കാർ. അത് പുറത്താണെങ്കിലും ഫാമിലിയിലാണെങ്കിലും നമുക്ക് ഈ മെയ് 14 വരെ വളരെ ശ്രദ്ധിക്കുക. മെയ് 14 ശേഷം അതായത് മീനമാസം കഴിഞ്ഞ് നമുക്ക് വളരെ നല്ലതാണ്. കുടുംബത്തിലൊരു ശുഭകാര്യം നടക്കാനോ, ഈ നക്ഷത്രത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിവാഹാധികാര്യം വ്യാഴം നോക്കെന്ന് പറയും. വിവാഹാധികാര്യങ്ങളൊക്കെ വളരെ സപ്പോർട്ടീവാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മെഡിക്കൽ എൻട്രൻസ് പോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത, പഠനത്തിലിരിക്കുന്നവർക്കാണെങ്കിൽ ഉന്നത പഠനയോഗം. രാഹുവിൻ്റെ മാറ്റം മെയ് 18 ശേഷം. ഇപ്പം മീനം ജലരാശി പോലെ രാഹു കുംഭത്തിൽ സഞ്ചരിക്കുന്നത് ആകായ രാശി എന്ന് പറയും. അതായത് ആകാശരാശി. പുറത്തു പോയിട്ടുള്ള പഠനം അല്ലെങ്കിൽ പുറത്തു നല്ലൊരു ജോലി സാധ്യത കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കും ഈ കാലയളവ് അതായത് മെയ് 14 ശേഷം വളരെ നല്ലതാണ്. മെയ് 18 രാഹുവിൻ്റെ മാറ്റവും നമുക്ക് അനുകൂലമാണ് കാണുന്നത്, പ്രതികൂല അല്ല. 10ലാണ് രാഹുവിൻ്റെ സഞ്ചാരം. തൊഴിൽ മാറ്റം വരും. എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അതിൽ ഉന്നത വിജയം കൈവരിക്കാനോ സാധിക്കും. മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിലും ഗവൺമെൻറ് തലത്തിലേക്ക് ഈ കാലയളവ് നമുക്ക് അനുകൂലമാണ് കാണുന്നത്. ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു രോഹിണി നക്ഷത്രക്കാർക്ക്. പിന്നെ പ്രായമായവരുണ്ടെങ്കിലും നമുക്ക് വ്യാഴൻ മെയ് 14 ശേഷം 2 വരികയാൽ മഹാക്ഷേത്ര ദർശനം പോകാനോ കുടുംബക്ഷേത്ര വഴിപാട് നടത്താനോ കുടുംബത്തിലെ ഒരു വിവാഹാധികാരങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ ഉള്ള മനസ്സന്തോഷം ഉണ്ടാകാനുള്ള അവസരം കാണുന്നു. പുത്രപുത്രാദികളെ കൊണ്ടുള്ള ഗുണകരമായിട്ടുള്ള അനുഭവം
അപ്പം എന്തുകൊണ്ടും ഇടവക്കൂറുകാർക്ക് മെയ്, അതായത് 2025 മെയ്യിന് ശേഷം നമുക്ക് വളരെ അനുകൂലമാണ് കാണുന്നത്. അതുവരെ ജന്മഗുരു ചെറിയ അരിഷ്ടതകളൊക്കെ ഉണ്ടാക്കും. പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ഇപ്പം പുത്രകാരൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഒരു പരിഹാരം കൂടെ പറയാം. ഇപ്പോൾ ക്ഷേത്ര പരിഹാരം പോലെ തന്നെ കുട്ടികളുടെ ഇപ്പം നമ്മൾ പറയുന്നില്ലേ, അനാഥാലയം എന്നൊക്കെ പറയുന്നില്ലേ, അവിടെ കുട്ടികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. അതും തിരുവോണം വരുന്നത് സെപ്റ്റംബർ 15-നാണ്, ഞായറാഴ്ച. അന്നേ ദിവസം തന്നെ കുട്ടികൾക്ക് അന്നദാനം നടത്തുന്നതൊക്കെ നമുക്ക് ജന്മഗുരുവിൻ്റെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ശനി മാർച്ച് 29-ന് 11-ലാണ് സഞ്ചരിക്കുന്നത്. ആർക്ക്? ഇടവക്കൂറുകാർക്ക്. അതായത് കാർത്തിക മുക്കാല്, രോഹിണി, മകരാര. ഇവർക്ക് ഇനി എന്തും കാര്യം സാധിക്കാം. വ്യാഴൻ്റെ 2-ലെ സ്ഥിതി, മാർച്ചിലെ ശനിയുടെ 11-ലെ സ്ഥിതിയൊക്കെ വളരെ ഗുണകരമാണ്. ഇപ്പോൾ ഗൾഫ് മേഖലയിലോ പുറത്തു പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്നുള്ള ജോലി സാധ്യത കാണുന്നു. ജലരാശിയിലാണ് ശനിയുടെ സഞ്ചാരം, അതും സമൻ്റെ വീട്ടിലാണ്. 11-ലാകിയാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും ഈ കാലയളവ്. അപ്പോൾ പൊതുഫലം പറയുമ്പോൾ എല്ലാവർക്കും, അതായത് ഇടവക്കൂറിൽ കാർത്തിക മുക്കാൽ, രോഹിണി, മകര ഇവർക്ക്. അപ്പോൾ എന്തുകൊണ്ടും വ്യാഴമാറ്റവും ശനിമാറ്റവും ഒക്കെ മെയ്യിന് ശേഷം, 2025 മെയ്യിന് ശേഷം, അതായത് 1200 വർഷം മീന മാസത്തിന് ശേഷം നമുക്ക് വളരെ അനുകൂലമാണ് കാണുന്നത്. സർവ ഐശ്വര്യമാണ് ഫലം. ശുഭമസ്തു.